1944 ജൂൺ 6. ചുറ്റും കനത്ത പുക, കാതടപ്പിക്കുന്ന വെടിയൊച്ചകൾ, മരവിപ്പിക്കുന്ന തണുപ്പുള്ള കടൽ വെള്ളത്തിലേക്ക് ജീവനും കയ്യിൽ പിടിച്ച് ആയിരക്കണക്കിന് സൈനികർ ചാടി വീഴുന്നു. കരയിലുള്ള ശത്രുക്കളുടെ മെഷീൻ ഗണ്ണുകൾ അവർക്ക് നേരെ തുരുതുരാ വെടിയുതിർക്കുകയാണ്. സഖ്യകക്ഷികളുടെ തലപ്പത്തുള്ള ജനറൽമാർ മാസങ്ങളെടുത്ത് തയ്യാറാക്കിയ പ്ലാനുകളെല്ലാം ആദ്യത്തെ 10 മിനിറ്റിൽ തന്നെ തകർന്നടിഞ്ഞു. മനുഷ്യ ചരിത്രത്തിൽ ഇന്നേ വരെ നടന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കടൽ മാർഗമുള്ള അധിനിവേശമായിരുന്നു ഇത്. ഡി-ഡേ അഥവാ നോർമാൻഡി ലാൻഡിംഗ്. എന്നാൽ ലോകം ഉറ്റുനോക്കിയ ഈ പോരാട്ടത്തിലേക്ക് സഖ്യകക്ഷികൾ എങ്ങനെയാണ് എത്തിയത്? ആദ്യത്തെ ഏതാനും മണിക്കൂറുകളിൽ വലിയൊരു ദുരന്തമായി മാറിയ ഈ യുദ്ധത്തെ എങ്ങനെയാണ് അവർ വിജയത്തിലേക്ക് എത്തിച്ചത്? ഡി-ഡേയുടെ പിന്നിലെ ആരും പറയാത്ത ആ രഹസ്യ ചരിത്രവും യുദ്ധക്കളത്തിലെ കഠിനമായ യാഥാർത്ഥ്യങ്ങളും നമുക്കൊന്ന് പരിശോധിക്കാം. നമുക്കിതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. 1944 ആയപ്പോഴേക്കും പടിഞ്ഞാറൻ യൂറോപ്പിൻ്റെ ഭൂരിഭാഗവും അഡോൾഫ് ഹിറ്റ്ലറുടെ നാസി ജർമ്മനിയുടെ കീഴിലായിരുന്നു. ബ്രിട്ടനിൽ നിന്ന് ഒരു ആക്രമണം ഉണ്ടായാൽ അത് തടയാൻ ഹിറ്റ്ലർ ഒരു വഴി കണ്ടെത്തി: അറ്റ്ലാന്റിക് വാൾ. നോർവേ മുതൽ സ്പെയിൻ വരെയുള്ള കടൽ തീരത്ത് ഏകദേശം 3800 കിലോമീറ്റർ നീളത്തിൽ ബങ്കറുകളും കുഴിബോംബുകളും കോൺക്രീറ്റ് കോട്ടകളും അടങ്ങുന്ന ഒരു ഭീകര പ്രതിരോധ നിരയാണ് ജർമ്മനി തീർത്തത്. യൂറോപ്പിനെ നാസി പടയിൽ നിന്ന് മോചിപ്പിക്കണമെങ്കിൽ ഈ കോട്ട തകർത്തേ മതിയാകൂ എന്ന് അമേരിക്കയും ബ്രിട്ടനും ഉൾപ്പെടുന്ന സഖ്യകക്ഷികൾക്ക് അറിയാമായിരുന്നു. ഇതിനായി ജനറൽ ഡ്വൈറ്റ് ഹൈസൻഹോവറുടെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ ഓവർലോഡ് എന്ന രഹസ്യ പദ്ധതി അവർ തയ്യാറാക്കി. ഇവിടെയാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ കബളിപ്പിക്കൽ നടക്കുന്നത്. ഓപ്പറേഷൻ ഫോർട്ടിറ്റ്യൂഡ് എന്ന പേരിൽ സഖ്യകക്ഷികൾ ഇംഗ്ലണ്ടിൽ ഒരു വ്യാജ സൈന്യത്തെ ഉണ്ടാക്കി. കാറ്റ് നിറച്ച ടാങ്കുകളും മരപ്പലക കൊണ്ടുണ്ടാക്കിയ യുദ്ധവിമാനങ്ങളും വ്യാജ റേഡിയോ സന്ദേശങ്ങൾ ഉപയോഗിച്ച് അവർ ഹിറ്റ്ലറെ വിശ്വസിപ്പിച്ചു. ആക്രമണം നടക്കാൻ പോകുന്നത് ഇംഗ്ലണ്ടിന് ഏറ്റവും അടുത്തുള്ള പാഡി കാലെ എന്ന തീരത്താണെന്ന്. ഈ കെണിയിൽ വീണ ഹിറ്റ്ലർ തൻ്റെ ഏറ്റവും മികച്ച ടാങ്ക് ഡിവിഷനുകളെല്ലാം നോർമണ്ടിയിൽ നിന്നും മാറ്റി അവിടെയാണ് കാവൽ നിർത്തിയത്. വ്യോമാക്രമണത്തിൻ്റെ തകർച്ച ആദ്യത്തെ വലിയ പരാജയം. ആക്രമണത്തിൻ്റെ തലേന്ന് രാത്രി സഖ്യകക്ഷികൾ ഒരു വമ്പൻ വ്യോമാക്രമണം പ്ലാൻ ചെയ്തിരുന്നു. സൈനികർ ബോട്ടുകളിൽ വന്നിറങ്ങുന്നതിന് തൊട്ടു മുമ്പ് ആകാശത്ത് നിന്ന് ആയിരക്കണക്കിന് ടൺ ബോംബുകൾ വർഷിച്ച് ജർമ്മൻകാരുടെ കോട്ടകളും മെഷീൻ ഗൺ ബങ്കറുകളും തകർക്കുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ ഇവിടെയാണ് ആദ്യത്തെ വലിയ തിരിച്ചടി ഉണ്ടാകുന്നത്. നോർമണ്ടിക്ക് മുകളിൽ കനത്ത മേഘങ്ങളും കറുത്ത മഞ്ഞും പടർന്നു പിടിച്ചു. വിമാനങ്ങളിലുണ്ടായിരുന്ന പൈലറ്റുമാർക്ക് താഴെയുള്ള ജർമ്മൻ കോട്ടകൾ ഒന്നുപോലും കാണാൻ കഴിഞ്ഞില്ല. എന്ന് മാത്രമല്ല, ബോംബുകൾ നേരത്തെ ഇട്ടാൽ അത് തീരത്തേക്ക് അടുക്കുന്ന സ്വന്തം സൈനികരുടെ ബോട്ടുകളിൽ വന്ന് വീഴുമോ എന്ന് അവർ ഭയന്നു. ഈ പേടി കൊണ്ട് പൈലറ്റുമാർ ബോംബുകൾ റിലീസ് ചെയ്യാൻ ഏതാനും സെക്കൻഡുകൾ താമസിപ്പിച്ചു. ഫലം എന്തായിരുന്നെന്നറിയാമോ? 10,000-കണക്കിന് ബോംബുകൾ ജർമ്മൻ കോട്ടകളിൽ വീഴുന്നതിന് പകരം തീരത്തു നിന്നും കിലോമീറ്ററുകൾ അകലെയുള്ള വിജനമായ കൃഷിയിടങ്ങളിലും കാടുകളിലും പോയി വീണു. ജർമ്മൻകാരുടെ ഒരു ബങ്കർ പോലും തകർക്കാൻ ഈ വ്യോമാക്രമണത്തിന് കഴിഞ്ഞില്ല. സഖ്യകക്ഷികളുടെ ഈ വൻ പരാജയം കാരണം ജർമ്മൻ സൈന്യത്തിന് യാതൊരു പരിക്കുമേൽക്കാതെ തങ്ങളുടെ ആയുധങ്ങളുമായി അവർ ബീച്ചുകളിൽ തന്നെ നിലയുറപ്പിച്ചു. പ്രകൃതിയുടെ ചതിയും ഒമാഹയിലെ ചോരപ്പുഴയും. വ്യോമാക്രമണം പരാജയപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് കടൽ മാർഗമുള്ള ആക്രമണം തുടങ്ങിയത്. ഇവിടെ പ്രകൃതി സഖ്യകക്ഷികളെ വീണ്ടും ചതിച്ചു. നോർമണ്ടി കടലിൽ കനത്ത കാറ്റും വിഴുങ്ങാൻ പോകുന്ന ഭീമാകാരമായ തിരമാലകളും ഉയർന്നു. മോശം കാലാവസ്ഥ കാരണം സൈനികർ സഞ്ചരിച്ച ബോട്ടുകൾ നിയന്ത്രണം വിട്ട് പരസ്പരം ഇടിച്ചു. സഖ്യകക്ഷികൾ നോർമണ്ടി തീരത്തെ 5 ബീച്ചുകളായിട്ടാണ് തിരിച്ചിരുന്നത്. അമേരിക്കൻ സൈന്യത്തിനായുള്ള ഊട്ട, ഒമാഹ, ബ്രിട്ടീഷ് സൈന്യത്തിനായുള്ള ഗോൾഡ് സോഡ്, കനേഡിയൻ സൈന്യത്തിനായുള്ള ജൂനോ. ഇതിലേറ്റവും വലിയ ദുരന്ത ഭൂമിയായി മാറിയത് അമേരിക്കൻ സൈന്യം ഇറങ്ങിയ ഒമാഹ ബീച്ച് ആയിരുന്നു. കരയിലേക്ക് നീന്തിക്കയറാൻ തക്കവണ്ണം പ്രത്യേകം രൂപകൽപ്പന ചെയ്ത സഖ്യകക്ഷികളുടെ ഡി ടാങ്കുകൾ ഈ കൂറ്റൻ തിരമാലകളിൽപ്പെട്ട് കടലിലേക്ക് താണുപോയി.
ഒമാഹ ബീച്ചിൽ ഇറങ്ങേണ്ടിയിരുന്ന 32 ടാങ്കുകളിൽ 27 കര കാണാതെ കടലിൻ്റെ അടിത്തട്ടിലേക്ക് മുങ്ങിപ്പോയി. ടാങ്കുകളുടെ യാതൊരു പിന്തുണയുമില്ലാതെ വ്യോമാക്രമണത്തിൽ തകരാത്ത ജർമ്മൻ ബങ്കറുകൾക്ക് മുന്നിലേക്ക് വെറും കൈയോടെയാണ് അമേരിക്കൻ ഇൻഫൻട്രി സൈനികർക്ക് ഇറങ്ങേണ്ടി വന്നത്. രാവിലെ 6:30 അധിനിവേശ ബോട്ടുകൾ കരയ്ക്കടുത്തു. കരയിൽ ജർമ്മൻ സൈന്യത്തിൻ്റെ വിഡർസ്റ്റാൻസ്റ്റർ അഥവാ പ്രതിരോധ കൂടുകൾ അവരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. മലഞ്ചെരിവുകളിൽ സ്ഥാപിച്ചിരുന്ന പീരങ്കികളും മെഷീൻ ഗണ്ണുകളും അമേരിക്കൻ സൈനികർക്ക് നേരെ മരണമഴ പെയ്യിച്ചു. കടൽ തീരത്ത് ജർമ്മൻകാർ സ്ഥാപിച്ചിരുന്ന ബെൽജിയൻ ഗേറ്റുകളും ഇരുമ്പ് തടസ്സങ്ങളും മാറ്റാൻ എഞ്ചിനീയർമാർ ജീവൻ പണയം വെച്ച് പോരാടി. ജർമ്മൻ ഭാഗത്തെ കളി റോമ്മലും ഹിറ്റ്ലറും. ഇത്രയും വലിയൊരു യുദ്ധം കടൽ തീരത്ത് നടക്കുമ്പോൾ നാസി ജർമ്മനിയുടെ തലപ്പത്ത് എന്താണ് സംഭവിച്ചതെന്ന് അറിയാമോ? അവിടെയാണ് ഏറ്റവും വലിയ തമാശ. തീരസംരക്ഷണ ചുമതലയുണ്ടായിരുന്ന ജർമ്മനിയുടെ ഏറ്റവും മികച്ച ജനറൽ ഫീൽഡ് മാർഷൽ എർവിൻ റോമ്മൽ ജൂൺ 6 ഫ്രാൻസിൽ ഇല്ലായിരുന്നു. മോശം കാലാവസ്ഥയായതുകൊണ്ട് സഖ്യകക്ഷികൾ ഇപ്പോൾ ആക്രമിക്കില്ല എന്ന് കരുതി. തൻ്റെ ഭാര്യയുടെ ജന്മദിനത്തിന് ഒരു ജോഡി ഷൂസ് സമ്മാനമായി നൽകാൻ അദ്ദേഹം നേരെ ജർമ്മനിയിലെ വീട്ടിലേക്ക് പോയിരുന്നു. യുദ്ധം തുടങ്ങിയ വിവരം അറിഞ്ഞ് അദ്ദേഹം തിരികെ ഓടിയെത്തുമ്പോഴേക്കും എല്ലാം കൈവിട്ടു പോയിരുന്നു. അപ്പോൾ അവരുടെ സുപ്രീം കമാൻഡർ അഡോൾഫ് ഹിറ്റ്ലർ എന്താണ് ചെയ്തത്? ജൂൺ 6 പുലർച്ചെ നാസിപ്പടയുടെ കമാൻഡർമാർ ഒമാഹ ബീച്ചിൽ നിന്നും സഹായത്തിനായി ബെർലിനിലേക്ക് വിളിച്ചപ്പോൾ ഹിറ്റ്ലർ നല്ല സുഖമായി ഉറങ്ങുകയായിരുന്നു. താൻ ഉറങ്ങുമ്പോൾ ആരും വന്ന് വിളിച്ചുണർത്തരുതെന്ന് ഹിറ്റ്ലറുടെ കടുത്ത ഉത്തരവുണ്ടായിരുന്നതിനാൽ പേടികൊണ്ട് ആരും അദ്ദേഹത്തെ വിളിച്ചില്ല. ഉച്ചയ്ക്ക് 12 മണിക്ക് ഉറക്കമുണർന്ന ശേഷമാണ് നോർമണ്ടിയിൽ ആക്രമണം നടന്ന വിവരം ഹിറ്റ്ലർ അറിയുന്നത്. അപ്പോഴേക്കും സഖ്യകക്ഷികൾ തീരത്ത് തങ്ങളുടെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. യുദ്ധത്തിൻ്റെ വഴിമാറൽ. നാവിക സഹായവും യുദ്ധത്തിലെ ഹീറോകളും. അമേരിക്കൻ സൈനികർ ഒമാഹ ബീച്ചിൽ ചോരയിൽ കുളിച്ചു കിടക്കുമ്പോൾ രക്ഷകരായി എത്തിയത് സഖ്യകക്ഷികളുടെ നേവി കപ്പലുകളായിരുന്നു. ഡിസ്ട്രോയർ കപ്പലുകൾ തങ്ങളുടെ ജീവൻ പോലും പണയം വെച്ച് അപകടകരമാം വിധം ബീച്ചിനോട് തൊട്ടടുത്ത് വന്ന് നാസി കോട്ടകൾക്ക് നേരെ അതിശക്തമായ ഷെല്ലാക്രമണം നടത്തി. ഈ കപ്പലുകളുടെ പീരങ്കികളാണ് ജർമ്മൻകാരുടെ മെഷീൻ ഗൺ ബങ്കറുകൾ തകർത്ത് തരിപ്പണമാക്കിയത്. ഇവിടെ വെച്ചാണ് ചില യഥാർത്ഥ നായകന്മാർ ജന്മമെടുക്കുന്നത്. അമേരിക്കൻ ബ്രിഗേഡിയൻ ജനറൽ നോർമൻ കോട്ട വെടിയുണ്ടകൾ പായുന്ന ബീച്ചിലൂടെ പേടിയില്ലാതെ നടന്ന് ചിതറിപ്പോയ സൈനികരെ ഒന്നിപ്പിച്ചു. അദ്ദേഹം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഈ ബീച്ചിൽ അവശേഷിക്കുന്നതിൽ 2 തരം ആളുകളേ ഉള്ളൂ, മരിച്ചവരും ഇനി മരിക്കാൻ പോകുന്നവരും. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് മുന്നോട്ട് പോകാം. അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ കേട്ട് ഉണർന്ന സൈനികർ കുത്തനെയുള്ള മലഞ്ചെരിവുകൾ വലിഞ്ഞു കയറി ജർമ്മൻ പ്രതിരോധ നിരകളെ തകർത്തു. അതേസമയം ബ്രിട്ടീഷ് സൈന്യം ഗോൾഡ് സ്വോർഡ് ബീച്ചുകളിലും കനേഡിയൻ സൈന്യം ജൂനോ ബീച്ചിലും വൻ മുന്നേറ്റം നടത്തുകയായിരുന്നു. ബ്രിട്ടീഷ് സൈനികനായ മേജർ ജോൺ ഹോവാർഡിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഗ്ലൈഡറുകളിൽ പറന്നിറങ്ങി തന്ത്രപ്രധാനമായ പെഗാസസ് പാലം പിടിച്ചെടുത്തു. കനേഡിയൻ സൈന്യം കനത്ത പ്രതിരോധത്തെ മറികടന്ന് ജൂനോ ബീച്ച് വഴി നാസികളുടെ ഉള്ളിലെ താവളങ്ങളിലേക്ക് ഇരച്ചുകയറി. നാശനഷ്ടങ്ങളും ജർമ്മനിയുടെ കീഴടങ്ങലും. ഡി-ഡേ വലിയൊരു വിജയമായിരുന്നുവെങ്കിലും അതിന് ലോകം നൽകേണ്ടി വന്ന വില വളരെ വലുതായിരുന്നു. ആദ്യ ദിവസം മാത്രം സഖ്യകക്ഷികൾക്ക് 10,000-ഓളം സൈനികരെയാണ് നഷ്ടമായത്. ഇതിൽ ഒമാഹയിൽ മാത്രം 2,400 അമേരിക്കൻ സൈനികർ വീണു. എന്നാൽ ആ ചോരപ്പുഴയ്ക്കൊടുവിൽ സഖ്യകക്ഷികൾ ഫ്രാൻസിൻ്റെ മണ്ണിൽ തങ്ങളുടെ സ്ഥാനം ഉറപ്പിച്ചു. ജർമ്മനിയുടെ 352-ാം ഡിവിഷന് അവരുടെ ആകെ ശക്തിയുടെ 10% ഒറ്റ ദിവസം കൊണ്ട് നഷ്ടമായി. അവർക്ക് ബാക്കപ്പ് നൽകാൻ മറ്റ് സൈന്യമൊന്നും ഉണ്ടായിരുന്നില്ല. വരും ദിവസങ്ങളിൽ ലക്ഷക്കണക്കിന് സഖ്യകക്ഷി സൈനികർ ഫ്രാൻസിലേക്ക് ഒഴുകിയെത്തി. വരി വരിയായി വന്ന നാസി സൈനികർ ആയുധങ്ങൾ താഴെ വെച്ച് സഖ്യകക്ഷികൾക്ക് മുന്നിൽ കൂട്ടത്തോടെ കീഴടങ്ങി. നോർമണ്ടിയിൽ മാത്രം 10,000-കണക്കിന് ജർമ്മൻ സൈനികരാണ് തടവുകാരാക്കപ്പെട്ടത്. ഹിറ്റ്ലറുടെ തകർക്കാനാവാത്ത കോട്ട തകർന്നത് ഇവിടെ വെച്ചാണ്. ഈ ഒരു വിജയമാണ് പിന്നീട് പാരീസിൻ്റെ മോചനത്തിലേക്കും ബെർലിൻ്റെ പതനത്തിലേക്കും ഒടുവിൽ
നാസി ജർമ്മനിയുടെ പൂർണ്ണമായ അന്ത്യത്തിലേക്കും വഴിതെളിച്ചത്. യുദ്ധക്കളത്തിൽ പ്ലാനുകൾ എത്രയൊക്കെ പരാജയപ്പെട്ടാലും സാധാരണ സൈനികരുടെ അസാധാരണമായ ധൈര്യത്തിന് മനുഷ്യ ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുമെന്ന് ഡി-ഡേ ലോകത്തിന് കാണിച്ചു തന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിലെ ഇതുപോലെയുള്ള തന്ത്രപ്രധാനമായ നീക്കങ്ങളെക്കുറിച്ചും അറിയപ്പെടാത്ത കഥകളെക്കുറിച്ചും കൂടുതൽ വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. സഖ്യകക്ഷികളുടെ ആ വ്യാജ സൈന്യത്തിൻ്റെ ഗണയിൽപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഹിറ്റ്ലർ ഈ യുദ്ധം ജയിക്കുമായിരുന്നോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം.